ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഷൂ. നിങ്ങൾക്കറിയാം, റണ്ണിങ്ങിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കാഷ്വൽ ഷൂസ് അല്ലെങ്കിൽ ഫോർമൽ ഷൂസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്യാൻവാസ് അല്ലെങ്കിൽ സ്നീക്കർ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഷൂവിന് തന്നെ പല തട്ടുകളുണ്ട്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആഡിഡാസിൻ്റെ അൾട്രാ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷൂ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് റണ്ണിങ്ങിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഈ ഷൂവിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അറിയാം. ഇപ്പം നിങ്ങൾ റണ്ണിങ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റണ്ണിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഒരു ഷൂ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നതാണ് എനർജി ബൂസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞാണ് ടർബോ ബൂസ്റ്റർ അവർ മാർക്കറ്റിൽ ഇറക്കി. അത് കഴിഞ്ഞാണ് അൾട്രാ ബൂസ്റ്റ്. ഇതാണ് അൾട്രാ ബൂസ്റ്റ് മോഡലുള്ള അഡിഡാസിന്റെ ഒരു റണ്ണിങ് ഷൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ സോള്. ഈ സോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോണ്ടിനെന്റൽ റബ്ബറിന്റെയാണ്. അത് നമ്മുടെ MRF ഒക്കെ പോലെ ഒരു വേൾഡ് ഫേമസ് കമ്പനിയാണ് കോണ്ടിനെന്റൽ റബ്ബർ. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെഷ് കാണാൻ പറ്റും, ഇലാസ്റ്റിക് ആണ്. ഈ മെഷ് ഫൈബർ അത് ബ്രീത്തബിൾ ആണ്. അതായത് നമുക്ക് കാലൊന്നും വേർത്താലൊന്നും മണം വരുമോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ ടിയർ ആവുമോ ഒന്നുമില്ല. കാണാൻ പറ്റും, ഒരു 3 വർഷം കഴിഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അതുപോലെ വെരി കംഫോർട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ കുഷൻ സിസ്റ്റമാണ്. അതായത് നമ്മൾ ഒരു 10 ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ 20 ഡബിൾ ടൈം എഫക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഇലാസ്റ്റിക് സിസ്റ്റം ഉണ്ട്, കുഷിംഗ് സിസ്റ്റം. കാണാൻ പറ്റും, ഞെങ്ങിയാലൊന്നും നല്ല സോഫ്റ്റാണ്. ഇതിന് ഏകദേശം 10,000 തൊട്ട് 15,000 രൂപ വരെ വില വരും. പിന്നെ ഇതിൻ്റെ ഇച്ചിരി വില കുറഞ്ഞ മോഡലുണ്ട്. അത് ഏകദേശം ക്വാസ്റ്റർ ബൂസ്റ്റർ എന്നാണ് പറയുന്നത്. അതിന് ഏകദേശം 7,000 തൊട്ട് 8,000 രൂപ വരെ വില വരും. ഇനി നിങ്ങൾക്ക് റണ്ണിങ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൂട്ടിന്റെ പല തരത്തിലുള്ള ബൂട്ട് നിങ്ങൾ കണ്ടിരിക്കും. ഇതാണ് നമ്മൾ ബൂട്ടിന്റെ കാറ്റഗറിയിലുള്ള ഷൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പല കമ്പനിയുടെ ഇപ്പം വുഡ്ലാൻഡ് ആയിക്കോട്ടെ, വുഡ്ലാൻഡിന്റെ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ്ലാൻഡ് ഷൂ ഭയങ്കര ഭാരമാണ്. ഇതൊരു വേൾഡ് ഫേമസ് കമ്പനിയാണ്, കാരിമോർ. ഈ ബൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, ബ്രീത്തബിൾ ആണ്, വളരെ സോഫ്റ്റ് ആണ്. വുഡ്ലാൻഡ് ഷൂ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം ഭയങ്കര ഹാർഡാണ്, കാലിൻ്റെ ഒക്കെ വേദന എടുക്കും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സാധാരണ ഒരു ചെപ്പലിനേക്കാൾ ഇച്ചൂടെ ഒരു തൂക്കമേ ഇതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫോർട്ടാണ്. ഏകദേശം 7,000 തൊട്ട് 10,000 രൂപ വരെ ഇതിന് വില വരും. നല്ല ഗ്രിപ്പാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ട്രെക്കിങ്ങിനോ അല്ലെങ്കിൽ ദൂരയാത്രയൊക്കെ പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ തെന്നി വീഴും, അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. കാരിമോർ കമ്പനിയുടെയാണ് ഒരു ബൂട്ട്. നമ്മളിൽ പലരും ബൂട്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അടുത്ത ഒരു ക്ലാസ് ആണ് ലെതർ ഷൂസ്. നമുക്കറിയാം പലതരത്തിലുള്ള ലെതർ ഷൂസ്. ഇത് സാധാരണമായിട്ട് ഫോർമൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രധാന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ലെതർ ഷൂസ് ആർ എക്സ്പെൻസീവ്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഇച്ചിരി നമ്മളെപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തൂത്ത് തുടച്ച് എപ്പോഴും വാക്സിങ് ചെയ്ത് വേണം വെക്കാൻ. അതുപോലെ തന്നെ ഇത് നോട്ട് ബ്രീത്തബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കംപ്ലീറ്റ്ലി ടൈറ്റ് ആണ്. അപ്പം നമ്മൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അകത്ത് വേർത്ത് നമ്മുടെ കാലൊക്കെ പഴുത്ത പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും സോഫ്റ്റ് അല്ല. ഇപ്പം നേഴ്സിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ
8 മണിക്കൂർ അല്ലെ 13 മണിക്കൂറൊക്കെ നിൽക്കേണ്ട അവസ്ഥയുള്ളതും അവർക്ക് അതുപോലെയുള്ളവർക്കൊക്കെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ കാല് വേദന എടുക്കാൻ തുടങ്ങും, ആങ്കിൾ അല്ലെങ്കിൽ സോള് വേദന എടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ആണി രോഗം. നമുക്കറിയാം നാട്ടിൽ മിക്കവരെയും കാലിൽ ആണിയൊക്കെ, പ്രധാനമായിട്ടും ആണി വരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ താഴെയുള്ള മസിലുകൾ അതവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രഷർ ചെലുത്തി അവിടെ ഹാർഡാവുകയും അതിൻ്റെ താഴെയുള്ള നെർവ് നമ്മൾ നടക്കുമ്പോൾ നെർവിലേക്ക് ഈ ഹാർഡായ ഭാഗം തട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് കാലുവേദന അനുഭവപ്പെടുന്നത്. ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഷൂ ധരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. വേറൊരു ക്ലാസ്സുള്ള ഷൂ ആണ് കാഷ്വൽ ഷൂ അല്ലെങ്കിൽ ക്യാൻവാസ് അല്ലെങ്കിൽ സ്നീക്കർ എന്നൊക്കെ. ഇപ്പം ഡെയിലി യൂസ്, നമ്മൾ ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഡെയിലി യൂസ്. അതിന് ഏറ്റവും ഇപ്പം ലോങ് സ്റ്റാൻഡിങ് ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്കെച്ചേഴ്സ് കമ്പനിയുടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കെച്ച് ഷൂകളാണ്. ഏകദേശം 3500 തൊട്ട് മുകളിലേക്കായിരിക്കും വില. ഇതിൻ്റെ മെഷ്, അതായത് ഇതിനുപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ ഫൈബർ മെറ്റീരിയൽ വളരെ ബ്രീത്തബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ ഇതിന് നല്ല ഗ്രിപ്പുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞപ്പോൾ ലെതർ ഷൂ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ടീർ ആകാൻ സാധ്യതയുണ്ട്. ഇതൊരു 3 വർഷം 4 വർഷം ആണെങ്കിൽ പോലും ഇതൊരു കാരണവശാലും ഇവിടെ ടീർ ആവുകയില്ല. കാരണം ഇതിൻ്റെ മെഷ് നല്ല ഫൈബറാണ്. അതുപോലെ നമുക്ക് ഇടയ്ക്ക് നല്ലതായിട്ട് ചെളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം. അതുപോലെ ഇത് വളരെ സോഫ്റ്റാണ്. നമുക്ക് എക്സ്ട്രാ സോളിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പോൾ ബ്ലാക്ക് ഷൂ ഒക്കെ ഇടേണ്ടവരാണെങ്കിൽ ഇതുപോലത്തെ സ്കെച്ചേഴ്സിന്റെ ബ്ലാക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വേറൊരു തരത്തിലുള്ള ഷൂ ആണ് ഇതും, സ്കെച്ചേഴ്സിന് തന്നെയാണ്. ക്ലാസിക് ഫിറ്റ് എയർ കൂൾഡ് മെമ്മറി ഫോം. ഇതൊരു മെമ്മറി ഫോം എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽപ്പെട്ടതാണ്. ഇത് വളരെ മുമ്പേ കാണിച്ച കാറ്റഗറിയുള്ള ഷൂവിനേക്കാളും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ അകത്ത് മുഴുവൻ എയർ ഫിൽഡ് ആണ്. നമുക്ക് നടക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ബ്രീത്തബിൾ ആണ്. ഇതിന്റെ മെഷ് ആണെങ്കിലും ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം 4000 രൂപ വരെ വില വരും. ഇതും നമുക്ക് നല്ല രീതിയിൽ വളരെയധികം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു ഷൂ ആണ്. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ഷൂ പരിചയപ്പെട്ടു. എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.